നമുക്ക് ഇന്നത്തെ വചനം ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യം. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഈ ഭൂമിയിൽ കർത്താവായിരുന്ന സമയത്ത് പഠിപ്പിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ: പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിച്ചാൽ കഴിയാത്തതൊന്നുമില്ല. അസാധ്യമായതെല്ലാം സാധ്യമാക്കിയത് പ്രാർത്ഥനയാല. കർത്താവ് പ്രാർത്ഥനയാൽ തൻ്റെ ജീവിതം തുടങ്ങി. താൻ പ്രവർത്തിച്ചതെല്ലാം പ്രാർത്ഥനയില. യാത്രയുടെ യാമങ്ങളിൽ താൻ വേറിട്ട് പ്രാർത്ഥിച്ച് പകല് ശക്തമേറെ ശുശ്രൂഷ ചെയ്തു. അങ്ങനെയായിരുന്നു തമ്പുരാന്റെ ജീവിതം. തൻ്റെ ശിഷ്യന്മാരോടും തൻ്റെ അത്ഭുതങ്ങൾ ചെയ്യാനല്ല പറഞ്ഞത്, പ്രാർത്ഥിക്കാൻ വ്യക്തിപരമായ ജീവിതത്തിൽ തനിച്ചൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥന ഭയങ്കര പവറാണെന്നാണ് ദൈവം പറയുന്നത്. അതുപോലെ ഇവിടെ ഒരു വാക്യമുണ്ട്, മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 23 പറയുന്നുണ്ട്, 22-23. ഉടനെ യേശുദാൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പവർഫുള്ളാ. പ്രാർത്ഥിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര തകർന്ന ഹൃദയത്തോടെ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ മുറി കയറിപ്പോയി പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ നമുക്ക് ആ ഒരു റിലാക്സ് തോന്നിയിട്ടുണ്ടോ? പ്രാർത്ഥിച്ചവർക്ക് അത് പറയാൻ പറ്റത്തുള്ളൂ. എത്ര തകർന്ന വിഷയം, ഇനി എനിക്ക് പറ്റത്തില്ല ഒരു ചുവടെന്ന് പറയുന്നിടത്ത് അല്പസമയം മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കും. അല്ല, കണ്ണീരും കൊണ്ട് അവന്റെ പാദം നനച്ചാൽ, ഹല്ലേലൂയ, കർത്താവിന്റെ വചനം പറയുന്നു, നീ രഹസ്യത്തില. നമ്മൾ ഈ അറയെന്ന് ഓർക്കുമ്പം നമ്മുടെ ചിന്തയിലുണ്ട് പണ്ട് നെല്ല് സൂക്ഷിക്കുന്ന അറയൊക്കെ ഉണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതം, യേശു പുരുഷാരം, അന്ന് യേശുവിനെ ചുറ്റിപ്പറ്റി നിന്ന ഈ വചനവും അതും കൂടെ കമ്പയർ ചെയ്താൽ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. പുരുഷാരം, താൻ ആയിരുന്ന പുരുഷാരത്തെ യേശു പറഞ്ഞു വിട്ടു. എന്തിനായിരുന്നു? തൻ്റെ ഉള്ളിലൊരു പ്രാർത്ഥനയുടെ ഭാരം. അങ്ങനെയുള്ളവർക്കായി സ്തോത്രം. ഒരാത്മഭാരമുള്ളവർക്കായി സ്തോത്രം. അങ്ങനെയുള്ളവർക്ക് പറയാം, അവന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. മോശ പറഞ്ഞു, കർത്താവേ, എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, നിന്റെ സാന്നിധ്യത്തിന്റെ അകത്തെ സ്വസ്ഥത, ഹല്ലേലൂയ, ആ സാന്നിധ്യത്തിന്റെ അകത്തെ സ്വസ്ഥത അനുഭവിക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ വേറിട്ടൊരു പ്രാർത്ഥന അനുഭവം വേണം. അന്നത്തെ കാലത്ത് യേശുവിനെ ചുറ്റി നിന്ന പുരുഷാരം പോലെ ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. ആർക്കെങ്കിലും പറയാമോ അതെന്തുവാന്ന്? പിള്ളേരോട് ചോദിച്ചാലും പറയും, കൊറോണ നിമിത്തം കുറെ പിള്ളേർക്ക് അതിനെ മാറ്റാൻ പറ്റുന്നില്ല. വലിയവരുടെ കാര്യവും പറയണ്ട, പ്രായമുള്ളവരെ കണ്ണ് കാണത്തില്ലേലും അവർക്കത് മാറ്റാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മൊബൈല്, ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത, ഹല്ലേലൂയ, ദൈവത്തിങ്കിൽ നിന്ന് നിന്നെ മാറ്റി നിർത്തിയിരിക്കുന്ന തമ്പുരാൻ ആ പുരുഷാരത്തെ മാറ്റി. എന്തിനാ? തൻ്റെ കൂടെ ശുശ്രൂഷയെ തന്നെ കൈത്താങ്ങി നിന്ന ശിഷ്യന്മാരെ നിർബന്ധിച്ച് അക്കരയ്ക്ക് അയച്ചു. എന്തിന്? യാബോക്കിന്റെ കടവില് തന്റെ 2 ഭാര്യമാരെയും പുത്രിമാരെ നിർബന്ധിച്ച അവരെ അക്കരയ്ക്ക് സുരക്ഷിതമാക്കി. എന്തിനാ? യാക്കോബ് വേറിട്ടൊരു പ്രാർത്ഥന. നിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പുരുഷാരമാകുന്ന നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്നെ ദൈവത്തെയും അടുപ്പിക്കാത്തവണ്ണം നിന്റെ ജീവിതത്തിൽ ഇത്തിൽ കണ്ടി പോലെ നിൽക്കുന്ന ചില വിഷയത്തെ നീ നിർബന്ധപൂർവമായി മാറ്റുവാൻ എല്ലാ ആളുകളും പ്രാർത്ഥിക്കുന്നുണ്ട്. പലരും പ്രാർത്ഥിച്ച് വിടുതൽ ഏൽക്കുന്നുണ്ട്. ചിലവര് 10 കുഷ്ഠരോഗികൾ യേശുവിന്റെ മുമ്പിൽ വന്നു, അവര് വിടുതൽ പ്രാപിച്ചു പോയി. അതിൽ ഒന്നേ ഉള്ള എന്ന നന്ദിയോട് ആര് പ്രാർത്ഥിച്ചാലും നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളെ പോലെ തന്നെ പലരും പ്രാർത്ഥിച്ച് അവര് പറയാറുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ. പക്ഷെ ആ പ്രാർത്ഥനയല്ല ഞാൻ ഇവിടെ പറഞ്ഞു. വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം കുഞ്ഞുങ്ങളോട് ഞാൻ പറയുക, നിങ്ങൾക്ക് മുമ്പിലുള്ളവർ, ഞാൻ എൻ്റെ പിള്ളേരോട് എപ്പോഴും പറയും,
നിങ്ങൾക്ക് ഒന്നും അറിയണം. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ട്, പക്ഷെ അതൊക്കെ മാറ്റി യേശുവിനെ നിങ്ങളെ ഏറ്റവും നല്ല രീതിയിലാണ് നിങ്ങളെ വളർത്താനുള്ള സിറ്റുവേഷൻ സാഹചര്യം ഒരുക്കിയത്. നിങ്ങൾ 2 കാര്യം ചെയ്യണം. നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുള്ളൊരു ജീവിതമുണ്ടെങ്കിൽ മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി. നീ ഒന്നായിരിക്കും ചോദിച്ചത്, പക്ഷെ തമ്പുരാന്റെ വചനം പറഞ്ഞ സകലവും അവനെ അന്വേഷിക്കണമെങ്കിൽ അവന്റെ സന്നിധി ആദ്യം മുഴങ്കാൽ മടക്ക് പ്രാർത്ഥനയാണ്. ഒരു ദൈവ പൈതലും ദൈവവും തമ്മിലുള്ളൊരു കണക്ഷൻ. നമ്മളിപ്പോൾ ഒരു വെഹിക്കിൾ, വാഹനം പോലെയാണ് നമ്മൾ. അതിനകത്ത് ഫ്യൂവലുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അതിൻ്റെ എൻജിന് കംപ്ലൈൻ്റ് ആണെങ്കിൽ വല്ല ഗുണമുണ്ടോ? നമ്മൾ പ്രാർത്ഥന നമ്മുടെ എൻജിനാണ്. അതിനെ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യണം. പുരുഷാരമാകുന്ന ഇത്തിൽ കണ്ണി പോലെ ദൈവത്തിൽ നിന്ന് നിന്റെ പ്രാർത്ഥന ഏകാഗ്രതയെ നശിപ്പിക്കുന്ന ചില ദൈവികം ഇഷ്ടമില്ലാത്ത ചില ഇടപാടുകളെ നീ മാറ്റണം. ശിഷ്യന്മാരെ ദൈവം അക്കരയ്ക്ക് അയച്ചു. അല്പസമയം കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നിലവാരം, നമ്മൾ ഭവനമാകുമ്പം നമ്മുടെ വീട്ടിൽ മാതാക്കളുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട് ഒക്കെ. നമ്മൾ പല കാര്യത്തിൽ ഇരിക്കുമ്പോൾ അവരെ ഒന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. അവരെ നമുക്ക് നിർബന്ധപൂർവ്വം ഒരല്പസമയത്തേക്ക് മാറ്റിവെക്കാം. യാക്കോബും അതുപോലെ ചെയ്തേ. അവരെ സേഫായ ഒരു സ്ഥലത്ത്, സേഫ് ആക്കേണ്ടതിനെ സേഫ് ആക്കി വെക്കുക, കളയേണ്ടതിനെ കളഞ്ഞേ പറ്റൂ. അല്ല എങ്കിൽ ചില ജൽപ്പന പോലെയാവും നിന്റെ പ്രാർത്ഥന. തനിച്ചുള്ള പ്രാർത്ഥന, രഹസ്യത്തെ നിലവിളിക്കുന്ന നിലവിളികള്, രഹസ്യത്തെ കേൾക്കുന്ന ദൈവം പരസ്യമായി വെളിപ്പെടും. ആ മറുപടി പരസ്യമാ. ഒറ്റയ്ക്ക് കർമ്മേലിനുള്ളിൽ പോയി പ്രാർത്ഥിച്ചൊരു ഏലിയാമുണ്ട്. തന്റെ കൂടെ ആരുമില്ല. ബാലിന്റെ ശക്തിക്ക് മുമ്പാകെ നിൽക്കുന്ന കുറെ പേര്, ആഹാബ്, ഇസബേല, വെല്ലുവിളിക്കുന്ന ബാലിന്റെ ശക്തി. പക്ഷെ ഏലിയാവിന് ആരുമില്ല. പക്ഷെ അവനുണ്ട് കഷ്ടതയെ തുണ നിൽക്കുന്ന ഒരു ദൈവം. തന്റെ മുഴങ്കാൽ മടക്കി എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യുന്നവർക്കറിയാം, അതിന് മുമ്പ് നമുക്ക് സ്പൈനൽ അനസ്തേഷ്യ തരും. സീ പോലെ വളയ്ക്കും. നമുക്ക് ചിലപ്പോൾ അത് ഭയങ്കര പെയിൻഫുൾ. നമ്മളൊന്ന് ഓർത്ത് നോക്കി, മുഴങ്കാൽ മടക്കാന്ന് പറഞ്ഞാൽ മുട്ടിമേ നിൽക്കുമല്ലേ, തൻ്റെ കാൽ അതിനകത്ത് സീ പോലെ വളഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം. മണിക്കൂറോളം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ. കർത്താവ് പറഞ്ഞത് നമുക്ക് സമസ്വഭാവം ഉള്ളവനാ. ഹല്ലേലൂയ. പലപ്പോഴും ജീവിതത്തിന്റെ മേഖലകളിൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ, കർത്താവേ മതിയായി. അതുപോലെ പ്രാർത്ഥിച്ച ഒരുവനെ ചൂരച്ചെടിയുടെ ഇടയിൽ പോയി മരണം. ഇവിടെ ഇരുന്ന് ഓരോരുത്തരോട് ചോദിച്ചാലും പറയും, ഒരു നിമിഷമെങ്കിലും മരണം ആഗ്രഹിക്കാത്ത ആരുമില്ല. പക്ഷേ നമ്മളെ തട്ടി ഉണർത്തിയ ചില മേഖലകളുണ്ട്. നീ ഒറ്റയ്ക്കല്ല. എന്തുകൊണ്ടാ ഏലിയാവ് ഒറ്റയ്ക്കാകാഞ്ഞത്? അവനൊരു പ്രാർത്ഥന, നമ്മൾ പ്രാർത്ഥന ദൈവത്തിന് അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം. അത് വെളിപ്പെടേണ്ട സമയത്ത് നമുക്ക് തരും. കൊടുക്കും തോറും ഇരട്ടിക്കുന്ന ഒരു കാര്യമാണ്. ഭൂമി പലതും കൊടുക്കും, ചിലപ്പോൾ അത് നഷ്ടമാകാം, ഇരട്ടിക്കും. ചിലപ്പോൾ അതിനകത്തൊന്നും സമാധാനം കണ്ടെത്താൻ പറ്റത്തില്ല. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഇന്ന് വാസ്തവമായും യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു പൈതലിന് പറയാം, രഹസ്യ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരുവന് പറയാം, കർമ്മേലിനുള്ളിൽ ബാലിന്റെ ശക്തി വെല്ലുവിളിച്ചെങ്കിൽ അല്ലേ ഇസബേൽ വെല്ലുവിളിച്ചത്? ഇസബേലിന്റെ വിചാരം തൻ്റെ മന്ത്രവാദങ്ങളും തൻ്റെ ആഭിചാരങ്ങളും തൻ്റെ ബാലിന്റെ ശക്തി. ഇതുപോലെ നമ്മുടെ ഭവനത്തിനകത്ത് വെല്ലുവിളിക്കുന്ന ചില ബാലിന്റെ ശക്തികളുണ്ട്, പാരമ്പര്യമായ ചില ശക്തികളുണ്ട്. നിന്റെ തലമുറകളെ കൊണ്ട് നീ ഉണ്ണത്തില്ല എന്ന് വാദിക്കുന്ന ചില മേഖലകളുണ്ട്. ഇന്ന് അതിനെ നോക്കി പകച്ചു നിൽക്കുവല്ല. നിന്റെ പ്രാർത്ഥനയാകുന്ന യാഗപീഠം നീ കർത്താവിന്റെ സന്നിധി വിടേണ്ടത് വിട്ട് ദൈവസന്നിധി എന്നോട് പറ്റിയിരുന്നാൽ രഹസ്യത്തിൽ നീ മുട്ടുമടക്ക. രഹസ്യത്തിൽ കാണുന്ന പിതാവ് പരസ്യമായി ഹല്ലേലൂയ കർമ്മേലിനകത്ത് ബാലിന്റെ ശക്തിക്ക് മുമ്പാകെ താൻ കേട്ടു. എന്തുവായിരുന്നു തന്റെ പ്രാർത്ഥന വിഷയം? സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങണം. ഇറങ്ങിയാൽ മാത്രമല്ല, ഒരു മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. താൻ പറഞ്ഞിട്ട് തന്നെ ആകാശം അടച്ചത് അത് തുറക്കുവാൻ.
തൻ്റെ കൂടെ ഉള്ളവർക്ക് ചിലപ്പം നമ്മുടെ ഭവനത്തിൽ ചിലപ്പം നമുക്കുള്ള കാഴ്ചപ്പാട് നമ്മുടെ കൂടെ ഉള്ളവർക്ക് കാണത്തില്ല. നിനക്ക് തന്ന കാഴ്ചപ്പാടിനനുസരിച്ച് മുമ്പോട്ട് പോകണം. ഏലിയാവിന്റെ കാഴ്ചപ്പാട് തൻ്റെ ബാല്യക്കാരനില്ലായിരുന്നു. ബാല്യക്കാരനോട് പറഞ്ഞു, നീ പോയി സമുദ്രത്തിൽ നോക്ക്, എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെന്ന്. പുള്ളി 6 പ്രാവശ്യം പോയിട്ട് പറഞ്ഞു, ഒന്നുമില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്നവന് തൻ്റെ അകക്കണ്ണു തുറന്ന് ചിലത് കാണാമായിരുന്നു. പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുന്ന നിന്റെ രഹസ്യ പ്രാർത്ഥനയ്ക്കകത്ത് നീ മുട്ടുമടക്കുമ്പോൾ ചില ആത്മീയ കണ്ണുകളെ ദൈവം തുറക്കും. ചില ആത്മീയ കാഴ്ചപ്പാടുകൾ കണ്ട് നീ കേൾക്കും. അത് കൂടെ ഉള്ളവർക്ക് കാണണമെന്നില്ല. പക്ഷെ നീ പ്രാർത്ഥിക്കുന്ന, നീ അറിയുന്ന ചില ആത്മീയ തലങ്ങളെ അത് പരസ്യമായി. 7ാമത് ബാല്യക്കാരൻ ചെന്നപ്പോ എന്തു പറഞ്ഞു? ഒരു കൈപ്പത്തി പോലൊരു മേഘം. നീ പ്രാർത്ഥിച്ചത് ചെറിയ കാര്യമാ. ആ മേഘം കൂടി പെയ്ത മഴ എന്ന് പറഞ്ഞ വൻ മഴയാ. അതിനു മുമ്പിൽ രഥം എടുത്ത് ഓടിയ ആഹാബ്. ഒരു പ്രാർത്ഥന ജീവിതം നിനക്കുണ്ടെങ്കിൽ, നിന്റെ രഹസ്യ പ്രാർത്ഥന, രഹസ്യമായി പാപം ചെയ്യാൻ ആർക്കും മടിയില്ല. നമ്മൾ പരസ്യമായി നമുക്ക് പ്രാർത്ഥിക്കാനും വലിയ പ്രാർത്ഥന, ഞാൻ വലിയ പ്രാർത്ഥിക്കുന്ന ആളോ, ഞാൻ നല്ല ഫാസ്റ്റിംഗ് എടുക്കുന്ന ആളോ, നമുക്ക് പരസ്യമായി എന്തും പറയാം, എന്തും കാണിക്കാം, എങ്ങനെയും ജീവിക്കാം. രഹസ്യ ജീവിതം, കണ്ണുകൾ അഗ്നിജ്വാല കണ്ണിനെ മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല. സമുദ്രത്തിന്റെ അറ്റത്ത് പോയി ഒളിച്ചാലും അവിടെ നിന്റെ കാര്യം രഹസ്യ പ്രാർത്ഥന പോലെ തന്നെയാണ് രഹസ്യ ജീവിതം. ആ രഹസ്യ ജീവിതം ക്രമപ്പെടുത്തിയാലേ രഹസ്യ പ്രാർത്ഥനയ്ക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. രഹസ്യമായി ഒരു കാര്യത്തെ വെച്ച് പ്രാർത്ഥനയും കൂടെ കമ്പയർ ചെയ്തു പോകുന്ന പറ്റത്തില്ല. ഏകാഗ്രത നശിപ്പിക്കുന്ന. നമുക്കറിയാം നമ്മൾ ആരാന്ന്. നമ്മൾ നമ്മുടെ നെഞ്ചത്ത് പറയുന്നു, ശാലുവേ നീ ആരാന്ന് നിനക്കേ അറിയത്തുള്ളൂ. പുറമേ കണ്ട് മനുഷ്യൻ വിധിക്കുന്നു, ഹൃദയങ്ങളെ ഉൾപ്പൂകളെ ശോധന ചെയ്യുന്നു ദൈവം. ഹന്നെ പോലെ നിലവിളിക്കുന്ന മാതാവ് തന്റെ അടയപ്പെട്ട ഉദരം അവൾ നോക്കിയില്ല. അവൾക്ക് സകലതും പ്രതികൂലമായിരുന്നു. പെനീനെ പോലെ കുത്തുന്നവൾ അവൾക്കുണ്ടായിരുന്നു. എൽക്കാനെ പോലുള്ള ആശ്വാസം അവൾ നോക്കിയില്ല. മാനസികമായ ഒരു താല്പര്യങ്ങൾക്കും അവൾ അവിടെ മനസ്സ് ചായച്ചില്ല. എനിക്ക് പറയാൻ പറ്റും, എന്റെ പ്രാർത്ഥന ഇതുവരെ കൊണ്ടുവന്ന് എന്റെ നല്ല യൗവനം ഞാൻ ദൈവത്തിന് കൊടുത്തതാ. ഇന്ന് ആരേലും ആ പ്രാർത്ഥന ജീവിതം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക, ഒരു ചലഞ്ച് ആക്കി പറയുക. വ്യക്തിപരമായി തനിച്ചുള്ള പ്രാർത്ഥന, നിർജ്ജന പ്രദേശത്ത് പോയുള്ള പ്രാർത്ഥന, യേശുവിന്റെ പ്രാർത്ഥനയാ. മലയുടെ മുകളിൽ പോയുള്ള പ്രാർത്ഥന, ഇരുട്ടിനെ പോലും വകവെക്കാതെ പോയുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയാണ് പകൽക്കാലം പലതും പച്ചവെള്ളത്തെ വീഞ്ഞാക്കി നമ്മൾ പറയുന്നുണ്ട്. മൂടിനെ സൗഖ്യമാക്കി എന്ന് പറയുന്നുണ്ട്. രക്തസ്രാവ സ്ത്രീയെ സൗഖ്യമാക്കി, മരിച്ചവനെ ഉയർപ്പിച്ചു. അതിന്റെ പിന്നിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, അവൻ പ്രാർത്ഥിച്ചു തുടങ്ങി. പ്രാർത്ഥിക്കുന്ന നീ പരാജയപ്പെടത്തില്ല. പ്രാർത്ഥിക്കുന്ന നിന്റെ സകല ഉത്തരവാദിത്വ സ്വർഗത്തിനാ. യേശു നിർബന്ധപൂർവം പുരുഷാരത്തെ മാറ്റി. നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്ക്, വാട്സാപ്പ് ആണെങ്കിൽ വാട്സാപ്പ്, ഏതാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റേണ്ടത്? ഇന്ന് പകൽക്കാലം യേശുവിനെ പോലെ, ഞാൻ വേറെ ആരെയല്ല പറയുന്നത്, യേശു തനിച്ചുള്ള പ്രാർത്ഥനയുടെ ആത്മീയ വെമ്പലോടെ നിർബന്ധപൂർവ്വം ജനത്തെ, പുരുഷാരത്തെ മാറ്റി. നിന്റെ ജീവിതത്തിനകത്തെ ചിലതിനെ നീ നിർബന്ധപൂർവ്വം മാറ്റണം. എന്തിന്? പ്രാർത്ഥനയ്ക്ക് വേണം. സുരക്ഷിതമാക്കി, സേഫാക്കി വെക്കേണ്ടതിനെ സേഫാക്കി വെച്ചിട്ട് നിന്റെ ഏത് വിഷയമാണോ മറുപടി ഇല്ലാത്തത് മുട്ടുമടക്കണം. തമ്പുരാന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നവന്റെ, ആഹാബിന്റെ മുട്ടിടിച്ചു. ദൈവസന്നിധി മുട്ടുമടക്കുന്ന കുഞ്ഞേ, ശത്രു നിന്നെ കാണുമ്പോ മുട്ടിടിക്കും. ഇന്ന് കരം കൊടുത്ത് പറയോ, എന്റെ ജീവിതത്തെ, എന്റെ ലൈഫിനകത്ത് മുമ്പോട്ട് വിടാതെ എന്നെ മുട്ടിടിപ്പിക്കുന്നു ആദിക്കുന്ന ചില മേഖലകളെ ഇന്ന് ഞാൻ മുടങ്ങാൽ മടക്കി അതിന്ന് മുട്ടിടിക്കാൻ പോകുക. ഇന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാത്തവരോട് ഞാൻ പറയുന്നു, നീ പ്രാർത്ഥിച്ചു തുടങ്ങ. പ്രാർത്ഥിച്ചു തുടങ്ങുന്ന നിനക്ക് റിസൾട്ട് വരും. നിന്റെ ഏത് വിഷയമാണോ അതിനെ ദൈവസന്നിധി കൊടുത്ത് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പറയണ്ട, ദൈവമേ ഞാൻ അരിഷ്ട മനുഷ്യൻ. ദൈവത്തിന് ഇഷ്ടമാ. യാക്കോബ് പറഞ്ഞു, ഞാൻ ഉപായിയാ. മല്ലവിടുത്തു,
ഞാൻ ഉബായാത്ത നേടിയതും ഞാൻ എൻ്റെ ഇമാജിനേഷൻ ഞാൻ അങ്ങ് പറയുക. തൻ്റെ പേര് ഉബായിയെ പോലെ പറഞ്ഞ് കർത്താവേ, ഞാൻ ഉബായാത്ത പലതും ചെയ്തു, എൻ്റെ ജ്യേഷ്ഠൻ്റെ അവകാശം ഞാൻ കൈപ്പറ്റി, പലതും ഞാൻ ഉബായാത്ത നേടി, അതെല്ലാം എനിക്ക് അസമാധാനമാ. യാബോക്കിന്റെ കടവിൽ മുടങ്കാൽ മടക്കിയപ്പോൾ നിന്റെ പ്രാർത്ഥന മുറി നീ മൂട്ട് മടക്കി ഇന്ന് പകൽക്കാലം മല്ലിടുവാൻ തയ്യാറാണെങ്കിൽ നിനക്ക് വേണ്ടി സ്വർഗം തുറക്കും. പ്രാർത്ഥിക്കുന്നവന് ശക്തി ലഭിക്കും. സ്തേഫാനോസോ ശക്തിയും കൃപയും നിറഞ്ഞവനായി ജനങ്ങളുടെ ഇടയിൽ അത്ഭുതം ചെയ്തു. നമ്മൾ പ്രാർത്ഥനയോടെ ഇന്ന് കാത്തിരിക്കണം. സ്നാനപ്പെട്ടവരുണ്ട്, അഭിഷേകം കിട്ടാത്തവരുണ്ട്. ചിലരോർക്കും ഞാൻ ഒരുപാട് നാളായി ആത്മാഭിഷേകം കിട്ടിയില്ല, അന്യഭാഷ പറയുന്നുണ്ട്. അതിനകത്ത് നമ്മളെപ്പോഴും നമ്മളെ ഒന്ന് ഓരോ നിമിഷം പുതുക്കണം, നമ്മുടെ ആത്മാവിനെ പുതുക്കണം. അപ്പൊ അതിനുവേണ്ടി കാത്തിരിക്കുന്നവർ പ്രാർത്ഥനയോടെ കാത്തിരിക്കണം. ശിഷ്യന്മാർ പ്രാർത്ഥനയോടെ, അവരോട് ദൈവം കാത്തിരിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയോടെ അവർ കാത്തിരുന്നപ്പോൾ അവർക്ക് ശക്തി ലഭിച്ചു. ശക്തി ലഭിച്ചപ്പം മുഖ്യനെന്ന് പറഞ്ഞവരെ അസാധാരണ വ്യക്തികളാക്കി. പ്രാർത്ഥന ശക്തി പ്രാപിക്കും. ശക്തിയിൽ ചില അസാധാരണ പ്രവർത്തികൾ, അസാധാരണമായ ചില നേട്ടങ്ങളെ നേടുവാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, പ്രാർത്ഥന. ലോകത്തിന് മുമ്പേ നീ മുട്ടുമടക്കാനോ ലോകത്തിന് മുമ്പേ കൈനീട്ടുവാനോ നമ്മൾ മറ്റുള്ളതിൽ ഒന്നും ആശ്രയിക്കണ്ട. നിന്റെ ഹൃദയം അവനെ പകരുക. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവനെ അവൻ രക്ഷിക്കുന്നു. തനിച്ചായ മേഖലകളിൽ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. തനിക്ക് സകലം സ്തേഫാനോസിന് പ്രതികൂലമായി കല്ലേറ് കൊണ്ട് തന്നെ മേല് കീറുമ്പോഴും ആ വേദനയല്ല സ്തേഫാനോസ് കണ്ടത്, തൻ്റെ നോട്ടം മേളിലോട്ടായിരുന്നു. അഞ്ചപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചെന്ന് നമ്മൾ വചനം പറയുന്നുണ്ട്. പക്ഷേ കർത്താവിന്റെ നോട്ടം മേപ്പോട്ടായിരുന്നു. ശിഷ്യന്മാര് കൂടുള്ളവരൊക്കെ അപ്പം ദൈവം നുറുക്കുന്നത് കണ്ടത്, പക്ഷെ നുറുക്കുമ്പോഴും തൻ്റെ നോട്ടം മേപ്പോട്ടായിരുന്നു. ദൈവമായവന് പ്രാർത്ഥിക്കേണ്ട ഒരാവശ്യവും ഇല്ല, ഉണ്ടോ? പക്ഷേ നമുക്ക് തന്ന മാതൃകയാ പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയുണ്ടെങ്കിൽ ലോകത്തിന്റെ ഒരു പ്രലോഭനങ്ങളിലും ലോകത്തിന്റെ ഒരു പാപത്തിന്റെ കെണികളിലും വീഴത്തില്ല. പ്രാർത്ഥനയ്ക്ക് ചില അവസ്ഥകളെ മാറ്റാൻ പറ്റും. എന്റെ ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ പ്രകടനമാ പ്രാർത്ഥന. അവനോടുള്ള നന്ദി സൂചനമാ പ്രാർത്ഥന. ദാനിയേൽ തനിക്ക് സങ്കടങ്ങൾ നേരിട്ടപ്പോഴും താൻ രഹസ്യമായി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. കിളിവാതിൽ തുറന്ന യെരൂശലേമിനെ നോക്കും. അന്നത്തെ കാലഘട്ടത്തിൽ യെരൂശലേമായിരുന്നു. ഇന്ന് നമുക്ക് നോക്കാൻ മുകളിൽ ഒരാളുണ്ട്. താഴെയുള്ളത് അന്വേഷിക്കുന്നവർ താഴെയുള്ളത് അന്വേഷിക്കട്ടെ. നമ്മൾ മുകളിൽ ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നവർ ഉയരത്തിലുള്ളവരെ നോക്കും. ഉയരത്തിൽ നോക്കുന്നവർ ഒരിക്കലും ലോകത്തിന് മുമ്പിൽ തല താഴാൻ അനുവദിക്കത്തില്ല. താഴെ നോക്കുന്നവൻ തല താഴും, മുകളിൽ നോക്കുന്നവന്റെ തല ഉയർന്നിരിക്കും. ഇന്ന് ചിലതിനെ നിന്റെ പ്രാർത്ഥന മുറിയിൽ നിരോധിക്കാൻ, നിന്റെ തലമുറയെ തകർത്ത് കളയുന്ന, നിന്റെ കുടുംബത്തെ തകർത്ത് കളയുന്ന, നിനക്ക് കൈമോശം വന്ന ചില മേഖലകൾക്കകത്ത് നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും. നീ വിതച്ചിട്ടില്ലാത്തത് കൊയ്തെടുക്കാനും, നീ വിതറിയിട്ടില്ലാത്തത് വാരിയെടുക്കുവാനും, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. കഷ്ടകാലം വിളിച്ചപേക്ഷിച്ച ദാവീദ് തൻ്റെ ഏകാന്തതയിലെല്ലാം കൂട്ടിപ്പിടിച്ച തൻ്റെ പ്രാർത്ഥനയായിരുന്നു. കഷ്ടകാലം ഒരിക്കലും ഒരു നഷ്ടകാലമല്ല. കരം കൊടുത്തെന്ന് പറഞ്ഞേ, കഷ്ടകാലം ഒരു നഷ്ടകാലമല്ല, ഒരുക്കക്കാലമാ. നമ്മളെ ഒരുക്കിയെടുക്കുക, ചിലതിനു വേണ്ടി ഒരുക്കിയെടുക്കുക. ദൈവം എന്ത് ആഗ്രഹിക്കുന്നു അതിൻ പ്രകാരം നമ്മൾ ആയി തീരുമാനം ഒരുക്കിയെടുക്കുക. വിളിക്കപ്പെട്ടവർ അനേകര്, തെരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കമെന്ന. വിളിക്കപ്പെട്ട എല്ലാം ഒത്തിരി ഉണ്ട്, പക്ഷെ അതിനൊന്നും വേണ്ട. തെരഞ്ഞെടുക്കുന്നവ കൂട്ടത്തിൽ ഞാനും നീയുമാകണം. അതിന് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ നിർബന്ധപൂർവം നീ നിന്നെ തന്നെ ഒരുക്കി, നിന്നെ തന്നെ ദൈവസനെ കരത്തിൽ ഏൽപ്പിച്ച നീ
പ്രാർത്ഥിക്കാൻ, ഒരു പ്രാർത്ഥന മനുഷ്യനായി, ഒരു പ്രാർത്ഥന നിന്റെ ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാത്ത ഒരു ഘടകമായി മാറ്റുവാണെങ്കിൽ നീ എങ്ങും തല കുനിക്കത്തില്ല. തല കുനിക്കുമെന്ന് തോന്നുന്ന മേഖലക്കകത്ത, തകരുമെന്ന് വിചാരിക്കുന്ന മേഖലക്കകത്ത നിനക്ക് വേണ്ടി അവൻ ഇറങ്ങും.